പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ. ചില്ലറയാക്കാതെ മൊത്തമായിട്ട് അങ്ങ് പറഞ്ഞാട്ടെ. താൻ ഇരിക്കുന്ന സ്ഥാനത്ത് മാനവും മഹിമയും മഹായശസ്സും പെരുകിക്കാണുന്നതിൽ അസൂയ കൊണ്ട് തന്റെ പ്രവൃത്തികളിൽ മന്ദതയും മ്ലാനതയും മഹാവഴിയും ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ബ്രാഹ്മണനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പൊ കൂടോത്രം തന്നെയാണ്. കൂടോത്രം ഒന്ന് രണ്ടതുമല്ല, 7 7. അവന്റെ ഒടുക്കത്തെ ചെയ്താണ്. അപ്പൊ ഇതിനെന്താ ഒരു മാർഗം? ആ കെട്ടഴിക്കണം. എല്ലാം ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. എന്റെ മകനെ രക്ഷിക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ സഹായത്തിന് ഒരാളെ കൂടി തരണം. അത് ഞാനുണ്ടല്ലോ. അത് മതി. സാരമല്ലേ പോലെ. അപ്പോ പ്രശ്നം അവസാനിച്ചു. കുട്ടപ്പാ, എങ്ങനെയുണ്ട് കൃഷി? നല്ല വിളവ്. നീ കൃതാവ് എടുത്ത് മീശയും ചെറുതാക്കിയപ്പം ഇൻസ്പെക്ടറെ പോലിരിക്കുന്നു. കറക്റ്റ്. കൊയ്തോ കൊയ്തോ നിർത്തി കൊയ്തോ. അന്തപ്പാ, ആ രമണിയുടെ തന്തയും കൂടി വന്ന് നമ്മുടെ വലയിൽ വിടാണ്. ഞാൻ ചുമ്മാ പെണ്ണൊന്ന് പരിചയപ്പെടാണെന്നും പറഞ്ഞാണ് അവിടെ ചെന്നത്. അപ്പൊ കാണാൻ അവളുടെ തന്ത കുറെ പണവുമായി വന്നിരിക്കുന്നു. എനിക്ക് വിടാൻ നോക്കുമോ? ഇതൊക്കെ ദൈവ നിശ്ചയ കുട്ടപ്പ. നമ്മൾ ചാക്കുമായിട്ട് ഇങ്ങനെ റോഡേ പോകുമ്പോ അറിയാതെ അതിനകത്തൊന്ന് വീണുണ്ടാ വിടാതിരിക്കാൻ നോക്കൂ. പോരുന്നതൊക്കെ ഇനി പോരട്ടെ എന്ന് തന്നെയുമല്ല, ശ്രീമാനിന്റെ ഫാദറുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം കുളിപ്പിച്ച് കിടത്തുകയാണല്ലോ അതിന്റെ ഒരു സാമർഥ്യം. അന്തപ്പാ, നമുക്ക് ആ വേണുവിന്റെ മോട്ടോർ സൈക്കിൾ പോലെ ഒരു മോട്ടോർ സൈക്കിൾ നമുക്കും വാങ്ങണം. എങ്കിലേ നമ്മുടെ ഭാവി പരിപാടികൾ നടക്കും. അല്ല, നടന്നോട്ട് എല്ലാം സൂക്ഷിച്ച് ചെയ്യണം. വല്ല വെട്ടിലും ചെന്ന് വീഴരുത്. എന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ എന്റെ കാര്യം ഞാനും ഏറ്റു. നോക്കാ, ഇതെന്താ? എന്താ? താടി. താടി. ഞാൻ ഒരു സന്യാസി വേഷം എടുക്കാൻ പോവാ. സന്യാസിമാർക്ക് ഈയിടെ നല്ല മാർക്കറ്റാ. പെണ്ണുങ്ങള് വീഴും. ഞാനൊരു പെണ്ണിനെ പ്രേമിക്കാൻ പോവാ. അതൊക്കെ ഇത് മാത്രമല്ല, വേറെ ഓ ഡാക്ടറോ, വരണം വരണം. ഏതായാലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ ഡാക്ടറെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിവരങ്ങളെല്ലാം മിസ്റ്റർ വേട് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി. ഇരിക്കണം, ഞാനത് പരിശോധിക്കട്ടെ. എന്നെ? അതെ. എന്തിന്? അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? അസുഖം എനിക്കല്ല ഡാക്ടർ, ഇവനാണ്. അച്ഛൻ അവിടെ നിന്ന് ഇരുന്നാട്ടെ. പരിശോധിക്കാൻ ആളിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഡോക്ടർ, ഡോക്ടർ ഇവിടുത്തെ വേലക്കാരനൊന്ന് പരിശോധിച്ചാലും മതി. രണ്ടുപേർക്കും ഒരേ സൂക്കേടാണ്. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ പരിശോധിച്ച് നോക്കിക്കളെ. ഗോപാല, എടാ ഗോപാല, ഇങ്ങോട്ട് വരാൻ. ഭയം വളരെ കൂടുതലായിട്ട് കാണുന്നല്ലോ. പേപ്പെട്ടി കടിച്ചതോ മറ്റോ ആയിരിക്കുമോ? പേടിക്കാനൊന്നുമില്ല. രോഗം എന്താണെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. അയ്യോ, എനിക്കല്ല സൂക്കേട്. സൂക്കേട് എനിക്കല്ല. പിന്നെ ആർക്കാ? കൊന്നുകളയും കേട്ടോ. എന്തോന്നായത്? തനിക്ക് വേറെ ജോലി ഒന്നുമില്ലയോ? താൻ തന്നെ പാട്ടിന് പോടോ ഡാക്ടറെ, പരിശോധിക്കാൻ വന്നിരിക്കുന്നു. പോകാനാണ്. ഓടിക്കോ. എന്താ ഡോക്ടർ, വല്ലതും മനസ്സിലായോ? അല്പം സീരിയസ് ആണ്. രണ്ടുപേരെയും മെന്റൽ ഹോസ്പിറ്റൽ ആക്കിയാൽ കൊള്ളാം. മോനെ, എന്റെ മനസ്സ് തീരുകയാണടാ. നീ എന്നെ പരിശോധിക്കാൻ ഡാക്ടറെ കൊണ്ടുവന്നപ്പോഴേ എന്റെ ചങ്ക് തകർന്നു പോയി. എന്റെ മോൻ ഒരാഴ്ചത്തേക്ക് എങ്ങും പോണ്ട. ഏതാണ്ട് കൂടോത്രം ചെയ്തതാ. അത് തീർത്തിട്ട് നീ പോയാ മതി മോനെ. എന്റെ മോനെ, നിന്റെ കണ്ണിൽ നോക്കിക്കൊണ്ടാണടാ ഞങ്ങൾ ജീവിക്കുന്നത്. ഗോപാലനെ കൊണ്ട് മാത്രം ഷൂസ് പോളിഷ് ചെയ്യിക്കാറുള്ള നീ ഇന്ന് തന്നെത്താൻ ചെയ്യുന്നു. ഈശ്വര, എന്റെ മോൻ ഇതെങ്ങും പോകണ്ട. എന്റെ മോനെ, നീ എങ്ങും പോകണ്ട. ഞാൻ പറയുന്നത് കേൾക്ക്. ഇടാ മോനെ, നീ പറയുന്നത് കേൾക്ക്. നീ പോകണ്ടാ.
ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയി അല്ലേ? പോയി. ഇനി സ്റ്റേഷനിൽ ചെന്ന് എന്തെല്ലാം ഒപ്പിക്കുമോ എന്തോ. മനുഷ്യരെല്ലാരും അറിയും. കുറച്ചിലുമായി എന്താ ചെയ്യുക? ഓർമ്മയില്ലാത്തപ്പോ മോട്ടോർ സൈക്കിളിലെ പോക്ക് അപകടവുമാ. അതും ശരിയാ. ഗോപാല, നിനക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. പോ. ചെന്ന് അവൻ എങ്ങനെ ഇരിക്കുന്നു അറിഞ്ഞിട്ട് വാ. ആ. പിന്നെ അവൻ അറിയരുത്. സൂത്രത്തിൽ വിവരമെല്ലാം അറിഞ്ഞിട്ട് വരണം. വേഗം വാ. എന്റെ ഭഗവാനി. എന്താടാ ഗോപാല? ക്ഷേമൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ ഒന്നുമില്ല. ഞാനും കരുതിയാ നിൽക്കുന്നത്. അകത്തെ വാളും തോക്കും ഒക്കെ ഇരിപ്പുണ്ട്. വല്ല ബുദ്ധിമോശക്കുറവും കാണിച്ചാലേ ആയുസിനല്ലേ അപകടം. വലിയമാന്ന് പോകണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ടത് കേൾക്കാതെ കണ്ടു പോന്നതാ. അത്യാവശ്യമുള്ള വല്ല കടലാസ് മരിച്ചു കയറി കളയൂ. എന്തോ ഗോപാല, എടാ വാടാ അവിടെ. എടാ ഇങ്ങോട്ട് വരാൻ. ചാക്കോ അവനെ ഉപദ്രവിക്കരുത്. അവന് തലയ്ക്ക് നല്ല സുഖമില്ല. നീ എന്തിനാ ഇവിടെ വന്നത്? വലിയമാൻ പറഞ്ഞയച്ചിട്ട് വന്നതാ. എന്തിന്? ഏമാനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറഞ്ഞു. ഓഹോ, എനിക്ക് സുഖമുണ്ടെന്ന് പറഞ്ഞേരെ. പൊയ്ക്കോ. ഞാൻ ഏമാന്റെ ഒപ്പം വൈകിട്ടേ പോണുള്ളൂ. എടാ എഴുന്നേൽക്കട. എടാ എഴുന്നേൽക്ക. പോടാ വീട്ടിലേക്ക്. എടാ പോകാ. പോടാ. ഒരു രക്ഷയില്ല. വളരെ കൂടുതലാണ്. ഇവിടുന്ന് പോയതിലും കൂടുതലാണ് അങ്ങനെ. നീ ഒരു കാര്യം ചെയ്യ്. നീ വേഗം ചെന്ന് നമ്മുടെ നാണക്കരി ഇറങ്ങിട്ട് വരാൻ പറ. ഇനി ഒന്നും പറയണ്ട. വേണുവേട്ടന്റെ മനസ്സിന് എന്തോ തകരാറുണ്ടെന്നുള്ളത് തീർച്ച. ശരിയാണ്. എന്റെ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഈ ജോലി കൂടുതൽ കൊണ്ടായിരിക്കും. കുറച്ചു ദിവസം അവധിയെടുത്തൂടെ? ഞാനും അത് ആലോചിക്കുകയാണ്. അവധിയെടുത്ത് വീട്ടിൽ കഴിയണ്ട, ഇവിടെ വന്നാൽ മതി. വേണുവേട്ടന്റെ മനസ്സ് ഞാൻ ശരിപ്പെടുത്തിയെടുത്തോളാം. എന്തിനു മനസ്സ് മാത്രമാക്കുന്നു? ഈ ശരീരവും രമണിക്കുള്ളതല്ലേ? അതെ, വേണുവേട്ടൻ എന്റെ സ്വത്താണ്. ഇനി മുതൽ എന്റെ സ്വത്ത് ഞാനാണ് നിയന്ത്രിക്കുവാൻ പോകുന്നത്. പക്ഷേ ധൂർത്തടിച്ച് കളയുമോ എന്നാണ് പേടി. എത്ര തൂർത്തടിച്ചാലും ക്ഷയിച്ചു പോവാനാവാത്തത്ര സമ്പന്നയാണ് ഞാൻ. വേണുവേട്ടന്റെ ഈ മനസ്സ് നിറയെ എനിക്കുള്ള സ്നേഹമാണ്. അതൊരിക്കലും പറ്റുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രമണി, നമുക്കെന്നുമെന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ രമണി? വേണുവേട്ടൻ എന്താണ് ഒരു സംശയം? ഇനി മുതൽ എന്റെ വേണുവേട്ടന്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും വിരസമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. രമണി,